Everybody, so welcome to 10th Easy with MJ. So ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയുള്ള ചോദ്യമാണ്, ദറ്റ് ഇസ് HSV. 5 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ചോദിച്ചിട്ടുള്ള, മെയിനായിട്ട് 5 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് HSV. HSV എന്ന് പറയുന്നത് ഹെർപ്പസ് സിംപ്ലെക്സ് വൈറസ് എന്നതാണ്. മെയിൻലി നമ്മുടെ ഹ്യൂമൻ ബീങ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസ് നമ്മൾ പറയുന്ന പേരാണ് ഈ HSV എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇത് നമുക്ക് മനുഷ്യന്മാരിൽ മാത്രമാണ് കാണുന്നത്. അത് അനിമൽസിൽ നമുക്ക് എങ്ങനെ കാണാം എന്ന് പറഞ്ഞാൽ, നമുക്ക് അനിമൽസിലോട്ട് ഈ വൈറസിനെ ഇനോക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യിപ്പിക്കാം, ഇതിൻ്റെ ലെഷൻസ് ഫോം ചെയ്യിപ്പിക്കാം. പിന്നെ പറയുന്നത് 2 ടൈപ്പ് HSV ആണ്, നമ്മുടെ HSV ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2. ഈ ടൈപ്പ് 1 എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ വായിക്ക് ചുറ്റുമായിട്ടാണ് ലെഷൻസ് കാണിക്കുന്നത്. ആൻഡ് ടൈപ്പ് 2 എന്ന് പറയുന്നത് നമ്മൾ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടാണ് നമ്മൾ ടൈപ്പ് 2 വരുന്നത്. നമ്മുടെ വേസ്റ്റിൻ്റെ താഴെ ഭാഗത്തോട്ടാണ് ഇൻഫെക്ഷൻ ടൈപ്പ് 2 കോസ് ചെയ്യുന്നത്. മുകൾ ഭാഗത്തോട്ട് നമ്മുടെ വായ അങ്ങനെയുള്ള ഭാഗങ്ങളെ എഫക്റ്റ് ചെയ്യുന്നതാണ്, വായ, കണ്ണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഫക്റ്റ് ചെയ്യിപ്പിക്കുന്നതാണ് നമ്മൾ ടൈപ്പ് 1 എന്ന് മെയിൻലി പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ വൈറസിന് നമുക്ക് അനിമൽസിലോട്ട് ഇനോക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അവരെ ഗ്രോ ചെയ്യിപ്പിക്കാം. അതിൽ നമ്മൾ മൈസിലേക്കും റാബിറ്റിലേക്കും നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യുമ്പോൾ കെരാട്ടോ കൺജങ്ക്റ്റിവൈറ്റിസ്, അതേപോലെ എൻസെഫലൈറ്റിസും കോർണിയ സ്കേഴ്സിഫിക്കേഷൻ ഒക്കെയാണ് നമുക്ക് മെയിൻലി അവിടെ കാണുന്ന ക്ലിനിക്കലായുള്ള കാര്യങ്ങൾ നമ്മൾ മെയിൻലി പറയുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ മെയിൻലി പറയുന്നത് എന്താ വെച്ചാൽ, ഇവരുടെ എന്താ പറയുന്നത്, ഇനി ഇവർ നമ്മളെ സെല്ലിലോട്ട് നമ്മൾ ഇവരെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇനോക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെല്ലിലെ സൈറ്റോപാത്തിക് ആയുള്ള ചേഞ്ചുകൾ കാണാൻ പറ്റും എന്നതാണ് ഇവിടെ മെയിൻലി പറയുന്നത്. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇവരുടെ പാത്തോജെനിസിസ്, എങ്ങനെയാണ് ഈ ബാക്ടീരിയ വൈറസ് നമ്മുടെ ഉള്ളിലോട്ട് കയറുന്നത്. ബാക്ടീരിയ അല്ല, വൈറസ്. സോ വൈറസ് നമ്മുടെ ബോഡിയിൽ ചെറിയ മൈനർ ആയിട്ടുള്ള എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ സംഭവിക്കുന്ന സമയത്ത് അതിലൂടെയാണ് ഈ മെയിൻലി വൈറസുകൾ കയറുന്നത്. കയറി കഴിഞ്ഞിട്ട് സെല്ലിലോട്ട് സെൽ ടു സെല്ലായിട്ട് അവർ സ്പ്രെഡ് ചെയ്യും. എന്നിട്ട് ഇൻട്രാക്സോണലി അവർ നമ്മുടെ ഗാംഗ്ലിയയിലെത്തും. അതിനുശേഷം ഇൻട്രാക്സോണലി അവർ നമ്മുടെ ഗാംഗ്ലിയയിൽ എത്തിക്കഴിഞ്ഞു. ഗാംഗ്ലിയയിൽ എത്തിക്കഴിഞ്ഞാൽ ശേഷം അവർ ലാറ്റൻ്റ് ആയിരുന്ന ഒരു തരത്തിൽ അവർ ഒളിച്ചിരിക്കും. അവർ നമ്മുടെ ട്രൈജമിനൽ സാക്രൽ നെർവ്സിലാണ് അവർ മെയിൻലി ഒളിച്ചിരിക്കുന്നത്. ട്രൈജമിനൽ നെർവ്സിൽ ടൈപ്പ് 1 ലെഷൻസും സാക്രൽ നെർവ്സിൽ HSV ടൈപ്പ് 2-ൻ്റെതാണ് ലെഷൻസാണ് അവിടെ മറന്നു നിൽക്കുന്നത്, വൈറസുകൾ മറന്നു നിൽക്കുന്നത്. ആൻഡ് അതിനുശേഷം അവർ സെൻട്രിഫ്യൂഗൽ മൈഗ്രേഷനിലൂടെ അവർ നമ്മുടെ സ്കിന്നിലോട്ടൊക്കെ സ്പ്രെഡ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ കണ്ണിലോട്ട്, ഫേസിലോട്ട്, എല്ലായിടത്തോട്ടും ഇത് സ്പ്രെഡ് ചെയ്ത് പോകുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഫോം ചെയ്യുന്ന കാര്യമാണ് ഒരു ലെഷ്യൻ. ഓക്കെ, ഇനി ഇവിടെ ഫോം ചെയ്ത ലെഷ്യൻ എന്ന് പറയുന്നത് തിൻ വോൾഡും അംബ്ലിക്കേറ്റഡ് ആയുള്ള വെസിക്കിളായിരിക്കും. ഈ ഒരു കുറച്ച് കഴിഞ്ഞ് അവർ പൊട്ടിയിട്ട് അവിടെ ഒരു ഫ്ലൂയിഡ് ഫോം ചെയ്യും. പൊട്ടി കഴിഞ്ഞാൽ അവിടെ അൾസർ ഫോം ചെയ്യും. ഈ അൾസർ സാധാരണ നമ്മൾ അൾസറുകൾ ഒരു സ്കാറോടൊക്കെയാണ് പോകുന്നുണ്ടാവും. പക്ഷേ ഇവിടെ എന്തെയില്ല, സ്കാർ ഇല്ലാതെയാണ്, വിത്തൗട്ട് ദ ഫോർമേഷൻ ഓഫ് സ്കാറാണ് ഈ പറഞ്ഞ നമ്മുടെ അൾസർ ഇവിടുന്ന് ലീവ് ചെയ്യണത്. ഇനി നമ്മൾ ഇവിടെ പറയുന്നത് പറഞ്ഞാൽ നമ്മുടെ ടൈപ്പ് 1 ലെഷ്യൻസ് നമ്മുടെ വേസ്റ്റിൻ്റെ മുകളിലായിട്ടാണ് സിംറ്റംസ് കാണിക്കുന്നത്. ടൈപ്പ് 2 സിംറ്റംസ് കാണിക്കുന്നത് ബിലോ ദ വേസ്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇനി ഇവരുടെ ക്ലിനിക്കലായുള്ള മാനിഫെസ്റ്റേഷനാണ് നമ്മൾ ആദ്യം പറയുന്നത് ക്യൂട്ടീനസിൻ്റെ കാര്യങ്ങളാണ്. ക്യൂട്ടീനസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഗങ്ങളിലൊക്കെയാണ് വായ ഭാഗങ്ങളൊക്കെയാണ് പറയുന്നത്, മുഖമല്ല വായ ഭാഗം. അതിൽ ആദ്യം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ എന്താ പറയുന്നത്, വായയിലും നമ്മുടെ കണ്ണിലും, അതേപോലെ തന്നെ നമ്മുടെ ചീക്സിൽ, അതേപോലെ തന്നെ നമ്മളെ ജോസിൽ, അതുപോലെ ഫോർഹെഡിലൊക്കെയാണ് നമ്മൾ മെയിൻലി ഇവർ സിംറ്റംസ് കാണിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ നമ്മൾ കൂടുതൽ ഡയപ്പർ യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നാപ്കിൻ റാഷസ് ബട്ടക്സിൽ ഫോം ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ നെക്സ്റ്റ് പറഞ്ഞുള്ള കാര്യം, നാപ്കിൻ റാഷസ്. അതേപോലെ ഫീവർ ബ്ലിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനും ഇവിടെ കാണിക്കുന്നുണ്ട്. വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹെർപ്പറ്റിക് ബിറ്റിലോ, ഡെന്റിസ്റ്റുകളിൽ, ഡോക്ടറുകളുടെ, നഴ്സുകളിൽ ഈ നമ്മുടെ ഒരു ഇഞ്ചോർഡ് ആയുള്ള ഭാഗത്തിലൂടെ ഈ വൈറസ് കയറുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യമാണ് ഹെർപ്പറ്റിക് ബിറ്റിലോ എന്ന് പറയുന്ന ഒരു ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ. അടുത്തത് നമ്മുടെ മ്യൂക്കോ ക്യൂട്ടീനസ് ആയുള്ള ഭാഗങ്ങളെയാണ് ബാധിക്കുമ്പോൾ ജിഞ്ചൈവസ് ടൊമറ്റൈറ്റിസ്, ഫാരഞ്ചൈറ്റിസ് ആണ് അവിടെ കാണപ്പെടുന്ന ക്ലിനിക്കലായുള്ള മാനിഫെസ്റ്റേഷൻ. അടുത്തത് നമ്മുടെ കണ്ണിനെ ബാധിക്കും, ഒഫ്താൽമിക്കിൽ ബാധിക്കുമ്പോൾ കൺജങ്ക്റ്റിവൈറ്റിസ് ആണ് മെയിൻ സംഭവിക്കുന്നത്. നമ്മുടെ മെയിനായിട്ട് നമ്മുടെ കോർണിയയിലാണ് ഇവിടെ മെയിനായിട്ട് ബാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഡെൻഡ്രൈറ്റിക് ആയുള്ള അൾസേഴ്സ് ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ഫോളിക്കുലർ ആയുള്ള കൺജങ്ക്റ്റിവൈറ്റിസ്, അതേപോലെ നമ്മുടെ ഐലിഡിൻ്റെ അവിടെ വെസിക്കിൾ ഫോർമേഷൻ, ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ. കൺജങ്ക്റ്റിവൈറ്റിസ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ കോർണിയ മെയിൻലി അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഡെൻഡ്രൈറ്റിക് അൾസർ ഫോർമേഷൻ വരുന്നുണ്ട്. ഫോളിക്കുലർ കൺജങ്ക്റ്റിവൈറ്റിസ്, അതേപോലെ തന്നെ നമ്മുടെ ഐലിഡിൻ്റെ മുകളിൽ വെസിക്കിൾ ഫോർമേഷനാണ് ഇവിടെ മെയിനായിട്ട് പറയുന്ന ഒഫ്താൽമിക്കിൽ കാണപ്പെടുന്ന ക്ലിനിക്കൽ കാര്യങ്ങൾ നമ്മൾ മെയിൻലി പറയുന്നത്. അടുത്ത് നമ്മുടെ വിസറലാണ്. വിസറൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ലിവറിനെ ഈസോഫാഗൈറ്റിസ് ഒക്കെയാണ് മെയിൻലി സംഭവിക്കുന്നത്. ഈസോഫാഗൈറ്റിസ് സംഭവിക്കുന്ന ഭാഗമായിട്ട് നമുക്ക് ഡിസ്ഫാഗിയ, ഭക്ഷണം കഴിക്കാൻ വിഴുങ്ങാൻ പറ്റാത്ത അവസ്ഥ, ഡിസ്ഫാഗിയ, വെയിറ്റ് ലോസ്, അതേപോലെ തന്നെ നമുക്ക് പെയിൻ വരും, സബ്സ്റ്റേണൽ പെയിൻ. ഇതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്.
അടുത്ത് നമ്മൾ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്നതാണ്. നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുമ്പോൾ എൻസെഫലൈറ്റിസും അതേപോലെ തന്നെ മെനിഞ്ചൈറ്റിസും ആണ് 2 ക്ലിനിക്കലായുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ എൻസെഫലൈറ്റിസ് ഒക്കെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ പണ്ട് ബയോപ്സി ആയിരുന്നു ഇത് നമുക്ക് HSV ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അന്ന് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ബയോപ്സിക്ക് പകരമായിട്ട് CSF ആണ് നമ്മൾ യൂസ് CSF നിന്നുമാണ് നമ്മൾ അവിടെ DNA ഡിറ്റക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് HSV ആ ഒരു ആൾക്ക് ഉണ്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. പിന്നെ പറയുന്നത് മെനിഞ്ചൈറ്റീസും അതേപോലെ തന്നെ അടുത്തൊരു ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനാണ് നമ്മുടെ നെർവ് സിസ്റ്റത്തിൽ പറയുന്നത്. അടുത്ത നമ്മുടെ ജെനൈറ്റൽ ഏരിയയിൽ കാണുന്ന ജെനൈറ്റൽ ഏരിയയിൽ യുറേത്രൻ്റെ പെനിസാണ് മെയിൻലി ഇവിടെ എഫക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ സെർവിക്സ്, വജൈന, വൾവ, പെരീനിയത്തിലൊക്കെ നമ്മൾ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. മെയിൻലി പ്രൈമറി ഇൻഫെക്ഷൻ ആയിട്ട് വരുന്ന ഫീവറും മലേസും ആണ്. ലേറ്റർ ആയിട്ട് കുറച്ചും കൂടി ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ കാണുന്നുണ്ട്. അടുത്ത കഞ്ചനൈറ്റിലാണ്. കഞ്ചനൈറ്റിൽ എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മദറിൽ നിന്നും കുട്ടിയിലേക്കായിട്ടാണ് മെയിൻലി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കഞ്ചനൈറ്റിലായിട്ടുള്ള. മെയിൻലി നമ്മൾ HSV ടൈപ്പ് 2 ആണെങ്കിലാണ് നമ്മൾ മെയിനായിട്ട് കുട്ടികളിലോട്ട് ഇതിൻ്റെ ലെഷൻസ് പാസ് ചെയ്യുന്നത്. ആൻഡ് ഈ സമയത്ത് മെയിൻലി ഡോക്ടർ സിസേറിയൻ ആയിരിക്കും സജസ്റ്റ് ചെയ്യേണ്ടത്, C-സെക്ഷൻ ആയിരിക്കും സജസ്റ്റ് ചെയ്യേണ്ടായിരിക്കുക. ലാബ് ഡയഗ്നോസിസിൽ നമ്മൾ ആദ്യം സ്പെസിമെൻ ആണ് കളക്ട് ചെയ്യുന്നത്. സ്പെസിമെൻ കളക്ട് ചെയ്യുന്നത് നമ്മുടെ സ്വാബിൽ നിന്നും അതേപോലെ തന്നെ മെയിൻലി നമ്മുടെ CSFൽ നിന്നും വെസിക്കൽ ഫ്ലൂയിഡിൽ നിന്നൊക്കെ നമ്മൾ മെയിൻലി സ്പെസിമെൻ കളക്ട് ചെയ്യുന്നത്. സ്പെസിമെൻ കളക്ട് ചെയ്തിട്ട് നമ്മൾ മെയിൻലി ഇവിടെ സ്റ്റെയിൻ ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് T-SANG സ്മിയറുകളാണ് നമ്മൾ മെയിൻലി സ്റ്റെയിൻ ചെയ്യുന്നത്. സോ ഇവിടെ അതിനുശേഷം ഇൻട്രാ ന്യൂക്ലിയർ ഇൻക്ലൂഷൻ ബോഡീസ് ഒക്കെ നമ്മൾ കാണുന്നത്. അതേപോലെ ഇവിടെ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയ ജെയിൻ സെൽസ് ആണ് നമ്മൾ മെയിൻലി T-SANG സ്മിയറിലൂടെ വെക്കുമ്പോൾ കാണുന്നത്. മൈക്രോസ്കോപ്പി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിൽ നമുക്ക് കുറച്ചും കൂടി ഇവരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ ഒരിക്കലും നമ്മുടെ HSV ആണോ അല്ലെങ്കിൽ വാരിസെല സോസ്റ്റർ ആണോ നമുക്ക് ഒരിക്കലും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ മെയിൻലി പറയുന്നത്. പിന്നെ നമ്മൾ പറയുന്ന കാര്യമാണ് എന്താ പറയുന്നത്, നമ്മുടെ ഇതിലേക്ക് ഫ്ലൂറസെൻ്റ് ഡൈ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമുക്ക് ലെഷൻസിനെ കാണാൻ പറ്റും മൈക്രോസ്കോപ്പിൻ്റെ കേസിൽ. അടുത്ത് നമ്മൾ വൈറസ് ഇനോക്കുലേഷനാണ് പറയുന്നത്. നമ്മുടെ മൈസിലോട്ടൊക്കെ നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ ചിക്ക് എംബ്രിയോയിലൊക്കെയാണ് മെയിൻലി ഇവിടെ നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചിക്ക് എംബ്രിയോയിലേക്ക് ഇനോക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ CAM-ലായിട്ട് എന്ത് ചെയ്യില്ല, ഈ പറഞ്ഞ വൈറസ് എൻ്റർ ചെയ്യില്ല. സോ ഈ മെത്തേഡ് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ പറയുമ്പോൾ സ്പെസിമെൻ എടുത്തു, മൈക്രോസ്കോപ്പി, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ കുറിച്ച് പറയുക, പിന്നെ ഫ്ലൂറസെൻ്റ് ആയി നമ്മൾ ആഡ് ചെയ്തു ലെഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. മറ്റേ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിൽ നമ്മൾ മെയിൻലി എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് രണ്ടിനെയും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. HSV-നെയും വാരിസെല സോസ്റ്ററിനും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റാത്തതാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നതാണ് സെറോളജിയിൽ എലൈസ ടെസ്റ്റുകളാണ് സെറോളജിയിൽ നമ്മൾ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അടുത്ത PCR ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ DNA ഡിറ്റക്ഷന് വേണ്ടിയിട്ട്. അടുത്തത് പറഞ്ഞ കീമോതെറാപ്പി ഐഡോക്സിഡിൻ, അതേപോലെ തന്നെ ഐഡോക്സിഡിനാണ് ആദ്യം നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ അസൈക്ലോവിറും നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ HSV ചോദിക്കുമ്പോൾ HSV എന്താണ് ടൈപ്പുകൾ പറയുക, അതിൻ്റെ പാത്തോജൻസിസ് പറയുക, ക്ലിനിക്കലായുള്ള കാര്യങ്ങൾ പറയുക. സ്പെസിമെൻ എടുത്തു, അത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന T-SANG സ്മിയർ, അതിൽ മൾട്ടി ന്യൂക്ലിയർ ജെയിൻ സെൽസും അതേപോലെ തന്നെ മൾട്ടി ന്യൂക്ലിയർ ജെയിൻസുകളൊക്കെ ചിംസാസ് ചെയിൻ വഴി നമ്മൾ കാണുന്നതാണ് നമ്മുടെ ഇൻ്റർ ന്യൂക്ലിയർ ഇൻക്ലൂഷൻ ബോഡി. ബാക്കി കാര്യങ്ങളും പറയാം കേട്ടോ.